നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാറിന്റെ സംസാരം കേൾക്കുമ്പോ നിങ്ങൾ എല്ലാവരും കൂടി കരുതി കൂട്ടി ഞങ്ങൾ ഉപദ്രവിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ കേട്ടോ സാറേ, സാറ് വേറെ ആരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചോണ്ട് ഇവരെ രണ്ടുപേരെയും കരുതിക്കൂട്ടി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതാണെന്ന്. സിറ്റിയിലെ കോളേജിലൊക്കെ മയക്കുമരുന്ന് പോകുന്നവരെ ഈ ലോഡ്ജിൽ നിന്നാണെന്നാണ് ഞാൻ കേട്ട റിപ്പോർട്ട്. ഇന്ദിര, അകത്ത് വെച്ചേക്ക്. ഓക്കെ സർ. നടക്ക്. മേഡം, ഇതിലൊന്നുമില്ല. നോക്കട്ടെ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇത് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. മര്യാദയ്ക്ക് സഹകരിച്ചോണം. സർ, എന്താ സാർ ഇത്? ഇവരോട് കുറച്ച് മാന്യമായിട്ട് പെരുമാറാൻ പറഞ്ഞൂടെ? ആദ്യം ചെക്കിങ് കഴിയട്ടെ, എന്നിട്ടാകാം മാന്യതയ്ക്ക്. സർ, അകത്തൊന്നുമില്ല. സാർ, ഈ RK ഏജൻസീസിന്റെ ഫംഗ്ഷൻ ഇവിടെയാണോ നടക്കുന്നത്? അല്ല സാർ. ഫംഗ്ഷൻ വരുന്നവർക്ക് ഇവിടെയാണോ അക്കോമഡേഷൻ? അല്ല സാർ. അല്ല, താനല്ലേ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് മുമ്പേ സമ്മാനം കിട്ടിയവരൊക്കെ ഇവിടെ ഉണ്ടെന്ന്? എടോ, ഈ RK ഏജൻസിയുടെ വണ്ടി വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യുന്നൊക്കെ. സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങൾ മുറി ചോദിച്ചു, ഞാൻ തന്നു. അതിപ്പോ എനിക്ക് കുഴപ്പമായോ? ഉണ്ടാക്കടാ, സാറ് ചോദിച്ചു കേട്ടെ. നിന്റെ പേരെന്തോടാ? റോബർട്ട്. ഞാൻ വിളിപ്പിക്കുമ്പോ രജിസ്റ്റർ എടുത്തോണ്ട് ഇന്ന് സ്റ്റേഷനിൽ എത്തിക്കണം. കടല്ലോ. ഇവിടെ എങ്ങനെയുള്ളവർക്കടാ നീ റൂം കൊടുക്കുന്നേ? സാർ, അത് നിന്നെ കുറിച്ച് ഞങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ID കാർഡ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചോ? ഇല്ല സാർ. പിന്നെ എന്ത് കാണിക്കാനാടാ ഇത് നടത്തുന്നേ? ഇവളെ കൊണ്ടുവന്ന പോലെ പെമ്പിളാരെ കൊണ്ട് വേറെ പയ്യന്മാരുടെ വരാറുണ്ടോ? സാറേ, ഇവന്റെ സ്ഥിരം ഏർപ്പാട് ഇതൊക്കെയാ സാറേ. പിടിച്ച് കയറട്ടെ വണ്ടിലോട്ട്? വേണ്ട, തൽക്കാലം ഇവരെ രണ്ടുപേരും പിടിച്ച് ജയിപ്പിക്കരുത്. എന്തിനാ സാർ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് കാര്യം മനസ്സിലായില്ലടാ. മനസ്സിലായില്ല. ഈ റൂം വാടകയ്ക്കെന്ന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ റൂം എടുത്താൽ എന്താ കുഴപ്പം? ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ ഒരു മുറിയിൽ ഒന്നിച്ചിരുന്നാൽ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ലെന്ന് കോടതികൾ പല രൂപത്തിലും പറഞ്ഞിട്ടുള്ളതാ. ഓ, നിയമം ഒന്ന് മാറിയത് അറിയാഞ്ഞിട്ടാണോ സാറുമാർ ഈ യൂണിഫോം ഒക്കെ എടുത്തിട്ടിരിക്കുന്നത്? നീ ഞങ്ങളെ നിയമം പഠിപ്പിക്കണം. അറിയുന്ന നിയമം പറയും സർ. താൻ എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? RK ഏജൻസിയുടെ പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് താനല്ലേ പറഞ്ഞത്? അവര് ബുക്ക് ചെയ്ത റൂമല്ലേ താൻ ഞങ്ങൾക്ക് തന്നത്? ഇയാൾ എന്തൊക്കെയാ സാറേ ഈ പറയുന്നത്? ഒരു റൂം വേണം, 2 മണിക്കൂർ മതി എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കൊടുത്തത്. ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ. ഞങ്ങളുടെ മുമ്പിൽ വെച്ചാണോ നിന്റെ അഭ്യാസം? സർ, പ്ലീസ്. ഞങ്ങൾ മാന്യമായിട്ട് ജീവിക്കുന്നവരാണ്. ഒരബദ്ധം പറ്റി ഇങ്ങോട്ട് കേറിപ്പോയതാ. ഇയാള് പറയുന്നത് മുഴുവൻ കള്ളാണ്. കള്ളമാണോ സത്യമാണെന്നൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം. ഇനിയിപ്പോ എന്താ, തമ്പുരാട്ടിക്ക് പോലീസ് ജീപ്പിലോട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടോ? പിടിച്ച് കൊണ്ടുപോയതിനെ. സർ, നിങ്ങൾ ഈ കാണിക്കുന്നത് തെറ്റാണ്. ഓഹോ, പുറത്തറിഞ്ഞ ഞങ്ങൾക്ക് നാണക്കേടാണ്. അപ്പൊ മാന്യതയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. സർ, പ്ലീസ്. ഞങ്ങൾക്കൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അച്ഛനമ്മമാരുണ്ട്. അവരെയൊക്കെ നാണം കെടുത്തുന്ന കാര്യമാണ്.
വെറുതെ വാശി കാണിക്കരുത് സർ. സർ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പിടിച്ചു കേട്ടോ. 15 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ രജിസ്റ്റർ സ്റ്റേഷൻ എത്തിക്കണം കേട്ടോടാ. നടക്കണം അങ്ങോട്ട്. ഞാൻ പറയുന്നത് കേൾക്ക്. നടക്കടി നടക്കാൻ. പറഞ്ഞോട്ടെ മാഡം, പ്ലീസ് മാഡം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വിട്, എന്നെ വിടാൻ. ജീപ്പ് കയറ്റേ. ശരി സാർ. മര്യാദയ്ക്ക് നടക്കാൻ. പറഞ്ഞോട്ടെ. എന്താ സാറേ? ആ ലോഡ്ജുകാരൻ ഞങ്ങൾ ട്രാപ്പ് ചെയ്തതാ. അല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. മാറാം. നിത്യ, ഇതിലെന്തോ ചതിയുണ്ട്. ഇവിടെ നമ്മൾ തളർന്നു പോയി അവർ നമ്മളെ കൊടുക്കും. ഇനി എന്താ ഹരി സംഭവിക്കാനുള്ളത്? ഹരി കണ്ടില്ലേ? ജീവന്റെ കൺമുന്നിൽ കൂടെയല്ലേ അവരെന്നെ കൊണ്ടുവന്നത്. അതിൽ കൂടുതൽ ഞാൻ എന്താ സഹിക്കേണ്ടത്? അവളുടെ അവന്റെയും വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. അവന് ഒരല്പ നിയമപരിജ്ഞാനം കൂടുതലാണ്. അതൊന്ന് മാറ്റി കൊടുക്കണേ സാറേ. വേണ്ട. സർ. ആ സർ. ആ ഓക്കെ സർ. സാർ, എന്താ സാർ, ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാർ ആർക്ക് ഏജൻസിയിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക. സാർ, നിത്യ ഒരു ടീച്ചറാ. ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സ്റ്റേഷനിൽ അതെന്താടോ? ഞങ്ങൾക്കാർക്കും കുഞ്ഞുങ്ങളും ബന്ധുക്കളൊന്നും ഇല്ലേ? കുട്ടികളെ പഠിപ്പിക്കുന്നവർ സ്റ്റേഷനിൽ നിന്നാ കുഴപ്പം? പ്ലീസ്, സാറിന്റെ സംസാരം കേൾക്കുമ്പോ നിങ്ങൾ എല്ലാവരും കൂടി കരുതി കൂട്ടി ഞങ്ങൾ ഉപദ്രവിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ കേട്ടോ സാറേ, സാറ് വേറെ ആരുടെയോ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചോണ്ട് ഇവരെ രണ്ടുപേരെയും കരുതിക്കൂട്ടി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതാണെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.